നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ തട്ടിപ്പ് കേസിൽ നിർണായക വഴിത്തിരിവ്. 3 ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഒരു വർഷത്തിനിടയിലെത്തിയത് 66 ലക്ഷം രൂപയാണ്. 3 പേരുടെയും 2024 ജൂലൈ മുതലുള്ള ബാങ്ക് അക്കൗണ്ടുകൾ പോലീസ് വിശദമായി പരിശോധിച്ചു. കൃഷ്ണകുമാറിനെതിരായ പരാതിയിൽ മൊഴി രേഖപ്പെടുത്താൻ സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെട്ടിട്ടും 2 വനിതാ ജീവനക്കാർ ഇതുവരെയും അന്വേഷണത്തോട് സഹകരിച്ചിട്ടില്ല. കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ മറ്റെവിടേക്കോ മാറിയിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലാണ് പോലീസ്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, എന്തായാലും ആ കുടുംബം അല്ലെങ്കിൽ ദിയ ഉന്നയിച്ച ആക്ഷേപം 69 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്നതാണ്. അതിന് സമാനമായ കണക്കിലേക്ക് തന്നെയാണ് പോലീസിന്റെ അന്വേഷണവും എത്തുന്നത്, അല്ലേ? സജിത്ത്, തീർച്ചയായിട്ടും. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിയ കൃഷ്ണനെയും കൃഷ്ണകുമാറിനെയും ഒക്കെ ആരോപണ നിലയിൽ നിർത്തിയിരുന്ന, സംശയ നിലയിൽ നിർത്തിയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നത്. അതായത് അവർ കൃത്യമായി പറഞ്ഞിരുന്നത് 69 ലക്ഷം രൂപ കഴിഞ്ഞ 11 മാസത്തിനിടയിൽ ഈ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് വകം മാറ്റി എത്തിയിട്ടുണ്ട് എന്നായിരുന്നു. അത് ഏറെക്കുറെ ശരിവെക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. 11 മാസത്തിനിടയിൽ ഈ വലിയതുറ സ്വദേശികളായ 3 വനിതാ ജീവനക്കാരുടെ വലിയതുറ സ്റ്റേറ്റ് ബാങ്കിലെ അക്കൗണ്ടിലേക്ക് 66 ലക്ഷം രൂപ 3 അക്കൗണ്ടുകളിലായി എത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ അവർ എടുത്തു പറയുന്ന കാര്യം, ഈ QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് എത്ര രൂപയാണ് ഓരോരുത്തരും അവരവരുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയിരിക്കുന്നത് എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധന വേണ്ടിവരുമെന്നാണ്. കാരണം ഈ 3 പേരുടെയും ശമ്പളവും ഇതേ അക്കൗണ്ട് വഴിയാണ് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും ഈ കൃഷ്ണകുമാറിനെതിരെ കൗണ്ടർ കേസ് നൽകിയ 3 വനിതകളിൽ 2 പേർ അവർ ഇതുവരെയും മൊഴി നൽകാൻ പോലീസിന് മുന്നിൽ ഹാജരായിരുന്നില്ല. പലതവണ ഇവരോട് ഫോണിൽ ബന്ധപ്പെട്ട് നേരിട്ട് ഹാജരായി മൊഴി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സ്റ്റേഷനിൽ എത്താഞ്ഞതിനെ തുടർന്ന് ഇന്നലെ പോലീസ് സംഘം ഇവരുടെ 2 പേരുടെ വീടുകളിൽ എത്തിയിരുന്നു. പക്ഷേ അവർ വീടുകളിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും മറ്റ് പ്രതികരണങ്ങളൊന്നുമില്ല. അതായത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ, ഈ അഹാനയ്ക്ക് മുമ്പിൽ കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇവർ ഇവിടെ നിന്ന് മുങ്ങിയതായിരിക്കാമെന്നൊരു നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. യെസ്, എന്തായാലും ഈ ആദ്യം തട്ടിപ്പ് കേസ് തട്ടിക്കൊണ്ടുപോയി എന്ന പരാതി ഉന്നയിച്ചവർ ഇപ്പോൾ മൊഴി നൽകാൻ പോലും എത്തിയിട്ടില്ല എന്നതാണ് സാഹചര്യം. ഒപ്പം ഇവരുടെ അക്കൗണ്ട് പരിശോധനയിൽ കൂടുതൽ വ്യക്തമായ ചിത്രം പോലീസിന് ലഭിക്കുകയും ചെയ്യുന്നു. 66 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടുകളിലൂടെ മാറി മറിഞ്ഞു എന്ന് തന്നെയാണ് പോലീസിന് ലഭിച്ച രേഖകൾ. എന്തായാലും കൂടുതൽ പരിശോധന നടക്കുകയാണ്. മൊഴി നൽകാൻ ഇവർ ഇതുവരെയും ഹാജരായിട്ടില്ല. ഒരുപക്ഷെ ഒളിവിൽ പോയി അറസ്റ്റ് ഭയന്ന് എന്ന് വേണം കരുതാൻ.